മഴത്തോരു മുമ്പയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹി കുടിച്ച് ബോധമില്ലാതെ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി പോവാണ് കേട്ടോ. ഇത് കണ്ട ഉടനെ തന്നെ ബബിതയാണെങ്കിൽ കൃഷ്ണമോളുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാം തികഞ്ഞല്ലോ, അവൾ ഒറ്റയൊരുത്തിയല്ലേ സകലതിനും കാരണം. അമ്മയല്ലേ, കറക്റ്റ്. ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ. അമ്മയല്ല മറ്റവള് അലീന. പിന്നെ അലീന ചേച്ചി ബാറിൽ ചെന്നിട്ട് കുടിപ്പിച്ച് വിട്ടേക്കുമല്ലേ. അവള് ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ബബിത ചൂടാവുകയാണ് കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞത്, അലീന ചേച്ചി വന്നിട്ട് പാലയില് ബാറ് തുടങ്ങി, ഇനി ഇവിടെയുള്ളവരെയൊക്കെ കുടിപ്പിച്ച് മുടിക്കും. അലീനയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കൃഷ്ണമോളുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട്, നിനക്ക് അവള് കൈവശം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. കുറച്ച് കൈവശം ബാക്കിയുണ്ട്, എടുക്കട്ടെ എന്നുള്ള കാര്യം കൃഷ്ണമോള് തിരിച്ചു ചോദിക്കുമ്പോ, അത് നീ തന്നെ അങ്ങ് കുടിച്ചോ, അവളെ സപ്പോർട്ട് ചെയ്തിട്ട് നീ ഒരു പട്ടിയെ പോലെ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ബബിത ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട് കയറി പോവാണേ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിൽ വന്ന് കയറി ഗേറ്റ് അടയ്ക്കാൻ മറന്നത് കൊണ്ട് തന്നെ കൃഷ്ണമോള് പോയിട്ട് അടച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് കൃഷ്ണ അടയ്ക്കാൻ വേണ്ടി പോവാണ്. ആ കറക്റ്റ് സമയത്ത് തന്നെ അലീന ബാലേന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ വീട്ടിലെത്തിയോ എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ അലീന ചോദിക്കുന്നത്. ഇപ്പൊ വന്നു കയറി, ആരാണ് ഗേറ്റ് തുറന്നു തന്ന എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിളിമാനൂർ പോയിട്ട് രേവതിക്കുട്ടിയെ റിലേറ്റീവ്സിനെ കണ്ടതും അതുപോലെ ചിന്നുമോളെ കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട് അലീന. അല്ല, അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുമ്പോ, ഇല്ലടി ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഫിഷ് കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ചോറും ഒക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് കൃഷ്ണമോളുടെ അടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. അച്ഛൻ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഓവനിൽ വെച്ചിട്ട് അവൾ അത് ചൂടാക്കിക്കോളും. അതെല്ലാം കൃഷ്ണമോൾക്ക് അറിയാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ വല്ലതും കഴിച്ചോ എന്ന് തിരിച്ച് ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത്, പാലാന്ന് വരുന്ന സമയത്ത് ഞങ്ങള് ഹോട്ടലിൽ കയറിയായിരുന്നു, കഴിച്ചു. ടൂറൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നാളെ വരും, നാളെ ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങ് എത്തും എന്നുള്ള കാര്യം അലീനെ അറിയിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ റൂമിലോട്ട് കയറട്ടെ, നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഫോൺ വെക്കുവാണ്. അപ്പോഴെങ്കിൽ കൃഷ്ണമോളാണെങ്കിൽ ഗേറ്റൊക്കെ അടച്ചിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏതാണ്ടൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തും കണ്ട് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു. നിനക്ക് അറിയുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നത്. തുടർന്ന് കൃഷ്ണമോളാണെങ്കിൽ അലീനയെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ചോദിച്ചും കൊണ്ടാണ് അലീന ഫോൺ എടുക്കുന്നത്. ചേച്ചി എറണാകുളത്ത് തിരിച്ചെത്തിയോ, അവിടെ ഹാപ്പി ആണോ എന്നൊക്കെയാണ് കേട്ടോ കൃഷ്ണമോള് ചോദിക്കുന്നത്. അതേ മോളെ, ഞാനിപ്പോ രേവതിക്കുട്ടിയുടെ മുറിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോ, ഇവിടെ ഹാപ്പിയുമില്ല ഒന്നുമില്ല. അതെന്ത് പറ്റി മോളെ? ഇവിടെ രോഹിയേട്ടൻ കുടിച്ച് നല്ല പൂസായിട്ടാ വന്നത്. എന്താ നീ പറഞ്ഞത്, മദ്യപിച്ചിട്ടാണ് വന്നതെന്നാണോ? അതേ ചേച്ചി, ഇപ്പോ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ആ ഹരിയോടൊപ്പം ചേർന്നിട്ടായിരിക്കും അവൻ ഈ രോഹിയെ നശിപ്പിക്കും. ചേച്ചി, ഞാന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് പറയണോ എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു തവണ നമുക്ക് ക്ഷമിക്കാം. അച്ഛന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടും, വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ചേച്ചി, ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കുന്ന കാര്യത്തെ കുറിച്ച് അച്ഛനടുത്ത് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ്, ചിക്കൻ കറി, മീൻ കറി, ചുട്ടരച്ച തേങ്ങയുടെ ചമ്മന്തി, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ എടുത്തിട്ട് നീ ചൂടാക്കണം. നിനക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാൻ അറിയല്ലോ, ചേച്ചിയല്ലേ പഠിപ്പിച്ചു തന്നത്. എനിക്കറിയാം. നിങ്ങളാരും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല, അങ്ങനെയാണെങ്കിൽ അതിനുള്ള പണി തുടങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ. തുടർന്ന് നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഷെറിന്റെ ഹസ്ബൻഡ് ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഞങ്ങളന്ന് വീട്ടിൽ പോയ സമയത്ത് പകർത്തിയതാണ്, പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വേണ്ടി പറ്റിയില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഷെറിൻ ചേച്ചിന്റെ വീട്ടുകാർ തുറക്കണം, എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. കുഞ്ഞിനെ കാണാഞ്ഞിട്ട് ഷെറിൻ ചേച്ചിക്ക് വട്ടായപ്പോഴാണല്ലോ പുള്ളിക്കാരൻ പോലും വിവരം അറിയുന്നത്. അപ്പൊ തന്നെ ഷെറിൻ ചേച്ചിയെ പുനലൂരിലെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ, ഇല്ല, പുള്ളി ഉപേക്ഷിച്ചതാണ്. ഭാര്യ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചതാണെന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നും ആ കുഞ്ഞ് ജീവനോടുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കിളി പോയി. അച്ഛന്റെ അതേ അവസ്ഥ അല്ലേ? അതിനോട് ക്ഷമിക്കാൻ വേണ്ടി പറ്റോ? ഇല്ല. ഭാര്യയും ഭർത്താവായിട്ട് തുടരാൻ പറ്റോ? അതും ഇല്ല. ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റോ? അതും ഇല്ല. അച്ഛന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ എന്റെ കൈയും പിടിച്ച് നിൽക്കാന്നൊക്കെ അലീന പറയുന്ന സമയത്ത് രേവതിക്കുട്ടി തിരിച്ചു പറയുന്നുണ്ട്, ടോണിച്ചായനും രക്ഷപ്പെടുന്നില്ല. ഉപേക്ഷിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ മറക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര സങ്കടം കിടപ്പുണ്ട് മനസ്സിൽ. പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ശരിക്കും വെറുപ്പല്ലേ തോന്നേണ്ടത്? അതല്ല ചേച്ചി, അതെന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ള കാര്യം അറിയോ? ഷെറിൻ ചേച്ചി അവരെ സ്നേഹിച്ചങ്ങ് കൊന്നുകളഞ്ഞു. സ്നേഹിച്ചു കൊന്നു? നീ എന്തുവാടി പറയുന്നത്? അതേ ചേച്ചി, പറ്റിച്ചെന്നുള്ള കുറ്റബോധം കിടക്കുവാണല്ലോ ഉള്ളില്. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചു വല്ലാണ്ട്.
ടോണിച്ചായൻ തന്നെ പറയുവാണ് ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് കയറുത് എന്നുള്ള കാര്യം. ആണോ എന്ന് അലീന ചോദിക്കുമ്പോ അതെ, അത്രയും കെട്ടിക്കൊണ്ടിരുന്നപ്പോ അത് നഷ്ടപ്പെട്ടപ്പോ വല്ലാത്തൊരു വിഷമം. അങ്ങനെ ഒരു സ്നേഹം വേറെ പെണ്ണിന്റെ അടുത്ത് കിട്ടുമോ ഇല്ലെന്ന് പുള്ളിക്കാരനറിയാം. അതുകൊണ്ടാണ് വേറെ കല്യാണം കഴിക്കാത്തത്. ഇതെല്ലാം കേട്ടിട്ട് അപ്പോഴേക്കും ആബ്സെന്റ് മൈൻഡ് ആയോ ചേച്ചി എന്നുള്ള കാര്യം അലീനയുടെ അടുത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അലീനയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ശരൺ മറ്റേ ടോണീനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ വൈജയന്തി അതുപോലെ തന്നെ ബാലേന്ദ്രനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എല്ലാ തെറ്റുകളും മറക്കുമായിരുന്നു. ഇത് കേട്ട രേവതിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരേ തരത്തിലുള്ള ആൾക്കാരായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇനി ശരൺ ചേച്ചിയുടെ കുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, നിന്റെ ഡിറ്റക്റ്റീവ് ബുദ്ധിയിൽ എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശരൺ ചേച്ചിയുടെ വീട്ടുകാരെയാണ് പിടിക്കേണ്ടത്, അതും ആണുങ്ങളെ. അവിടെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ല, പുരുഷ മേധാവിത്വമാണ്. എനിക്ക് ഒരു പോലീസുകാരനെ കിട്ടണം, SP-യോ DYSP-യോ അങ്ങനെ ആരെങ്കിലും, പക്ഷെ കൈക്കൂലി വാങ്ങാത്ത ആളായിരിക്കണം. അത് മാമച്ചനങ്ങനെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്കിളിന് അറിയാം, പക്ഷെ അധിക പേരും ക്ലബിലുള്ളവരൊക്കെ റിട്ടയർഡ് ആയവരാണ്. നമുക്ക് കിട്ടുന്നത് പുനലിലുള്ള ആൾക്കാരെയല്ലേ. ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുമ്പോ എന്തായാലും ഞങ്ങള് ഇതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ല. അല്ല, ടോണിച്ചായന് കംപ്ലൈന്റ് കൊടുത്തൂടെ? എന്റെ ഭാര്യയ്ക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നും ആ കുഞ്ഞിന്റെ വീട്ടുകാർ വിറ്റു, അതോടുകൂടിയിട്ട് എന്റെ ഭാര്യയുടെ സമനില തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കണ്ടെത്തി തരണം എന്നുകൂടി ചേർത്തതിന് ശേഷം ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പുലിയാണ് കേട്ടോ, ഇത് കറക്റ്റ് ഐഡിയ ആണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് ബാലേന്ദ്രൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോളും റെഡി ആയിട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അച്ഛ ഞാൻ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നീ എന്താടി മോളെ കഴിച്ചത്? ഞാന് ബ്രെഡും ഓംപ്ലേറ്റും ഏത്തപ്പഴവും. അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ ഞാന് ഓംപ്ലേറ്റ് ഓവനിൽ വെച്ചിട്ടുണ്ട്, എടുത്തു തരാമെന്ന് പറയുമ്പോ വേണ്ട, അലീന പോയതിനു ശേഷം ഇവിടെ ഫുള്ള് ഫാസ്റ്റ് ഫുഡ് ആണല്ലോ, നീ എന്തായാലും പൊക്കോ, ഇവിടെ ബബിത ഉണ്ടല്ലോ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പായിട്ട് ബബിത സ്കൂളിൽ പോകുന്നില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറഞ്ഞത്, ഡോക്ടറെയും കാണണം, കാരണം അവൾക്ക് എന്താ യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതോടൊപ്പം അമ്മയും കാണണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെയാണോ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള കാര്യം ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്താണ് ഇതൊക്കെ പറയുന്നത്. തുടർന്ന് കൃഷ്ണമോൾ അങ്ങ് പോവുകയാണേ. അങ്ങനെ ബാലേന്ദ്രൻ കൈ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിന് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ബബിത അവിടെ ഉണ്ട് കേട്ടോ. ബബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്ന്. അതെ അച്ഛാ. രോഹിത് എവിടെയെന്ന് ചോദിക്കുമ്പോ അവൻ കുറച്ചു മുമ്പ് പോയി എന്നുള്ള കാര്യം അറിയിക്കുവാണ്. നിനക്കെന്താടി പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ വെച്ചാ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടാണോ? അല്ല, നിന്റെ മൊത്തത്തിലുള്ള ഭാവവും ബോഡി ലാംഗ്വേജും ഒക്കെ കണ്ടിട്ടാണ്. അച്ഛ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതെന്താ കാര്യം എന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങള്, അമ്മയുടെ ആക്സിഡന്റ്, അച്ഛനും അമ്മയും അങ്കിളുമാരും തമ്മിലുള്ള വഴക്ക്, ഒരു ദിവസം ഞങ്ങളെ വിളിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നു, വേറൊരു ദിവസം തിരിച്ചിവിടെ കൊണ്ടുവിടും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിനു പുറമെ ഒരു അലീന എന്ന പിശാച്ച് അത് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നു. എങ്ങനെ പഠിക്കാൻ വേണ്ടി തോന്നും? ഇത് കേട്ട് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പിശാചും നിങ്ങളുടെ തലയിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്, അപ്പൊ തന്നെ ഇറക്കി വിട്ടേക്കണം. ഞങ്ങള് ഇറക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ പിന്നെയും പോയിട്ട് കൂട്ടിക്കൊണ്ടുവരല്ലോ. ഞാൻ പറഞ്ഞത് അലീന പിശാചാണെന്നുള്ള ചിന്ത അങ്ങ് ഒഴിവാക്കേക്കണം എന്നാണ്. ആ തോന്നല് നിങ്ങളുടെ തലേന്നാണ് എടുത്തു കളയേണ്ടത്, അപ്പൊ തന്നെ 90% സമാധാനം കിട്ടും. പിന്നെ അമ്മയുടെ ദുഷിപ്പിന് കൂട്ടു നിൽക്കാതെ അവനവരുടെ ചിന്താശേഷിക്ക് അനുസരിച്ച് ജീവിക്കുക, അപ്പോ ബാക്കി 10% കിട്ടും. അച്ഛനിപ്പോ ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവത്തില്ല, കാരണം അച്ഛന് ഞങ്ങൾ എല്ലാരേക്കാളും വലുത് അലീനയാണ്. നിന്റെ വിശ്വാസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷെ പഠിപ്പില് ഉഴപ്പരുത്, കാരണം നിന്റെ ജീവിതം നീ തന്നെയാണ് മോൾഡ് ചെയ്യേണ്ടത്. ഇത് കേട്ട ബബിതയാണെന്നുണ്ടെങ്കിൽ മറുപടി ഒന്നും പറയാതെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവുകയാണേ. തുടർന്ന് കാണിക്കുന്നത് അലീനയാണെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും രേവതിക്കുട്ടി ചായ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റിയോന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ എനിക്ക് വീട്ടിൽ പോണ്ടേ? വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസമായില്ലേ, അവിടെ ഇപ്പൊ പോയിട്ട് ആരുണ്ടാവാനാണ്? അല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് ആരുണ്ടാവാനാ? നീ കോളേജിൽ പോവില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇന്ന് കോളേജിൽ പോകാണ്ടിരുന്നു കഴിഞ്ഞാലോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ വർത്താനം പറഞ്ഞിരിക്കാന്ന് പറയാണേ. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കുന്നോളം ഉണ്ടോ? ആ ഉണ്ടാകും. എന്നാ പിന്നെ ഇരിക്കെ, നമുക്ക് അരമണിക്കൂർ കൊണ്ട് തീർത്തേക്കാം. ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട്. ഉടനെ തന്നെ തുടങ്ങിക്കൊള്ളാൻ വേണ്ടിയിട്ട് അലീന പറയണേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഉടനെ നമ്മുടെ അലീനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. രേവതിക്കുട്ടി ചെന്ന് എടുത്തു നോക്കുന്ന സമയത്ത് മനുവേട്ടനാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കൊടുക്കുന്നത്. ഗുഡ് മോർണിംഗ് മനുവേട്ട, നീ റെഡിയായോ എന്നാണ് മനുവിന്റെ ആദ്യ ചോദ്യം. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വീട്ടിലേക്ക് പോകണ്ടേ? പോണം. എന്റെ അടുത്ത് അങ്കിൾ ചോദിക്കും, നീ കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താണ് തിരിച്ചു കൊണ്ടുവിടാത്ത എന്നുള്ള കാര്യം. അങ്ങനെ അച്ഛൻ ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്കിളല്ലേ സാധനം, എന്തായാലും ചോദിക്കും.
അല്ല എന്താ മോന്റെ ഉദ്ദേശം എന്ന് അലീന ചോദിക്കുമ്പോ അവിടുന്ന് കൊണ്ടുവന്നത് പോലെ തന്നെ അവിടെ തിരിച്ചു കൊണ്ടുവിടുക സുരക്ഷിതമായിട്ട്, അത്രേ ഉള്ളൂ. ഭയങ്കരം തന്നെയാണെന്ന് അലീന പറയുന്നത് കേൾക്കുമ്പോ എന്താടി ഒരു കൊട്ടേഷൻ എന്ന് ചോദിക്കാണേ. അല്ല, ഉത്തരവാദിത്ത ബോധം അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് കേട്ട മനു ആണെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞോളാം. അങ്കിളെ ഞാൻ കാറും കൊണ്ട് പോയതാണ്, പക്ഷെ വന്നില്ല എന്നുള്ള കാര്യം അങ്ങനെ ഇപ്പൊ പറയണ്ട, ഞാൻ വരാ എന്ന് അലീന പറയുന്നുണ്ട്. ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ അങ്ങ് വെക്കുവാണ് കേട്ടോ. പെട്ടെന്ന് കട്ടായത് കൊണ്ട് തന്നെ അലീന ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. എന്തുപറ്റി ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഡൺ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കട്ടയിൽ ഫോണ്. ചേച്ചി ഒന്ന് മൂളാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനുവേട്ടൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാണ്? ചേച്ചി പോണം. അല്ല, നീ ഇച്ചിരി മുമ്പല്ലേ പറഞ്ഞത് എന്റെ അടുത്ത് പോണ്ട എന്ന്. ചേച്ചി, മനുഷ്യേട്ടൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം വിട്ടിട്ട് ചേച്ചി അങ്ങ് പോയിക്കൊള്ളണം. രേവതി കുട്ടിയുടെ അടുത്ത് ഇത് കേട്ട് അലീന ചോദിക്കുന്നത്, എന്താടി നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിനെ ഞാൻ ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലല്ലോ പറഞ്ഞത്, അത് പറഞ്ഞു തരാൻ. നീ രണ്ടർത്ഥത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതെ, 3 അർത്ഥമുണ്ട്, ആലോചിച്ച് കണ്ടുപിടിക്ക്. ആ മനുഷ്യന് ചേച്ചിയോട് എന്തൊരു ഇഷ്ടമാണ്, തിരിച്ചങ്ങോട്ട് ചേച്ചിക്കുണ്ടോന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്നാണ് അലീന പറയുന്നത്. എന്ത് കൺഫ്യൂഷൻ? അല്ല, നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട. ഇല്ലേ, ഞാനില്ലേ, നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ കല്യാണമായി, കുട്ടികളായി, വീടായി, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോവാണ്. പൊന്നുമോൾ ഒരുങ്ങിക്കോ, ചേട്ടൻ ഇപ്പൊ വരും കൊണ്ടുപോവാന്ന് പറയുമ്പോഴേക്കും ചെവി പിടിച്ചങ്ങ് നുള്ളുവാണ് കേട്ടോ. തുടർന്ന് അലീനയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കമലയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അലീനയും അതുപോലെ മനുവും കൂടി ചേർന്നിട്ട് അവിടെ എത്തിയിട്ട് മടിച്ചു നിൽക്കുവാണ് കേട്ടോ നമ്മുടെ അലീന പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അലീനയുടെ അടുത്ത് പുറത്തിറങ്ങാൻ വേണ്ടി മനു ആവശ്യപ്പെടുന്ന സമയത്ത് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ട കമലയാണെങ്കിൽ ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നുള്ള മട്ടിൽ നോക്കി നിൽക്കുവാണ്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് കമലയുടെ മുമ്പിൽ ഇങ്ങനെ ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് ചെന്ന് നിൽക്കുവാണ് നമ്മുടെ മനു. അതോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. അവളെയും കൂട്ടിയിട്ട് എന്തിനാ വന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് കമല കിടന്ന് ഒച്ചയെടുക്കുമല്ലോ. ആ സമയത്ത് പാല രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് എന്റെ കല്യാണം നടന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തായാലും ഇവിടെ ഇവളെ കയറ്റാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് വേറെ വീടെടുത്തിട്ട് താമസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് പ്രൊമോയില് അവർ രണ്ടുപേരും കൂടി കാറിൽ തിരിച്ച് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അലീനയ്ക്ക് മനുവിന്റെ ആദ്യ ചുംബനം അത് ഇങ്ങനെ ചുണ്ടുകൊണ്ട് ചുംബിച്ച് കൈകൊണ്ട് നേരെ അലീനയുടെ കൈകളിൽ വെച്ചു കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അലീന ഭയങ്കര ഹാപ്പി ആവാണ്. അലീനയുടെയും അതുപോലെ തന്നെ മനുവിന്റെയും പ്രണയം ഇങ്ങനെ പ്രകടിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്.